നമസ്കാരം. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ഇല്ലാതായിട്ട് ഇന്നേക്ക് 5 വർഷം പിന്നിടുകയാണ്. 2019 ഓഗസ്റ്റ് 5-നാണ് കേന്ദ്രത്തിലെ BJP സർക്കാർ ജമ്മു കാശ്മീരിന് ആർട്ടിക്കിൾ 370 പ്രകാരം അനുവദിച്ച പ്രത്യേക പദവി റദ്ദാക്കിയത്. ഭരണഘടനയുടെ 370-ാം വകുപ്പിൽ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വ്യവസ്ഥകൾ രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെ റദ്ദാക്കിയായിരുന്നു. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി ഒഴിവാക്കി പകരം ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു. രാഷ്ട്രപതിയുടെ ഉത്തരവ് സംബന്ധിച്ച പ്രമേയവും കേന്ദ്രഭരണ പ്രദേശങ്ങൾ രൂപീകരിച്ചുള്ള സംസ്ഥാന പുനഃസംഘടനാ ബില്ലും രാജ്യസഭ ഓഗസ്റ്റ് 5-നാണ് പാസാക്കിയത്. പിന്നാലെ ലോക്സഭയിലും ബില്ല് പാസായി. കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കുമെന്നത് വർഷങ്ങൾക്ക് മുൻപേ തന്നെ BJPയുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യമാണ്. 2019-ൽ രാജ്യത്തിന്റെ ഐക്യത്തിന് ഹാനികരമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്യുന്നതായി പ്രഖ്യാപിച്ചത്. അതിനാൽ തന്നെ BJP എപ്പോഴും ഉയർത്തിക്കാട്ടുന്ന ഒരു നേട്ടം കൂടിയാണിത്. ജമ്മു കാശ്മീരിന് പ്രത്യേക സംസ്ഥാന പദവി നൽകുന്നതാണ് ഭരണഘടനയിലെ 370-ാം അനുച്ഛേദം. ഇതുപ്രകാരം പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയൊഴികെയുള്ള മറ്റ് ഇന്ത്യൻ നിയമങ്ങൾ ജമ്മു കാശ്മീരിൽ ബാധകമല്ലായിരുന്നു. മറ്റു നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക അനുവാദം വേണം. പൗരത്വം, ഭൂ ഉടമസ്ഥാവകാശം, മൗലിക അവകാശങ്ങൾ എന്നിവയിലെല്ലാം ഇത് ബാധകമായിരുന്നു. അന്യസംസ്ഥാന സ്വദേശികൾക്ക് ഇവിടെ ഭൂമി വാങ്ങാനോ സർക്കാർ ജോലികൾ നേടാനോ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാനോ അവകാശമില്ല. വിഘടനവാദികൾ കടന്നു കയറുന്നത് ഒരു പരിധിവരെ തടഞ്ഞതും ഈ വകുപ്പാണ്. ഭരണഘടനയുടെ 21-ാം വിഭാഗത്തിലാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിക്കൊണ്ടുള്ള ഈ വകുപ്പ് നിലകൊണ്ടത്. ഇതായിരുന്നു പിന്നീട് റദ്ദാക്കുകയും ചെയ്തത്. എന്തായാലും 5-ാം വാർഷികത്തിലും അതീവ ജാഗ്രതയിൽ തന്നെയാണ് ജമ്മു കാശ്മീർ. അക്രമങ്ങൾ തടയുന്നതിന് ജമ്മു കാശ്മീർ, ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ സുരക്ഷാ സേനയും നിലവിൽ വിന്യസിച്ചിട്ടുണ്ട്. അമർനാഥ് യാത്ര ഒഴിവാക്കാനും ഡ്രൈ ഡേ ആചരിക്കാനും ജനങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി അമർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണെന്നും ഭഗവതി നഗർ ബേസ് ക്യാമ്പിൽ നിന്ന് കാശ്മീരിലേക്ക് തിങ്കളാഴ്ച തീർത്ഥാടകരെ കടത്തിവിടുന്നില്ലെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി PTI റിപ്പോർട്ട് ചെയ്യുന്നു. താഴ്വരയിലെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഗണ്യമായ കുറവുണ്ടായെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കല്ലേറും വിഘടനവാദികളുടെ പ്രസംഗങ്ങളും അക്രമാസക്തമായ തെരുവ് പ്രതിഷേധങ്ങളും കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ അപ്രത്യക്ഷമായി. കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിൽ ഏറ്റവും കൂടുതൽ പോളിംഗും രേഖപ്പെടുത്തി. 2019-നെ അപേക്ഷിച്ച് തിരഞ്ഞെടുപ്പ് പങ്കാളിത്തത്തിൽ 30 പോയിന്റ് വലിയ കുതിച്ചുചാട്ടത്തിനും കശ്മീർ താഴ്വര സാക്ഷ്യം വഹിച്ചു. താഴ്വരയിലെ 3 സീറ്റുകളിൽ ശ്രീനഗർ, ബാരാമുള്ള, അനന്ത്നാഗ്, രജൌരി യഥാക്രമം 38.49%, 59.1%, 54.84% പോളിംഗും രേഖപ്പെടുത്തി. ഇത് 1984-ന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് കൂടിയാണ്. ഏറ്റവും ശ്രദ്ധേയമായ മാറ്റങ്ങളിലൊന്ന് സാമ്പത്തിക നിക്ഷേപങ്ങളുടെ കുതിച്ചുചാട്ടം കൂടിയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ജമ്മു കാശ്മീരിന് 14,000 കോടി രൂപയുടെ സ്വകാര്യ നിക്ഷേപം മാത്രമാണ് ലഭിച്ചത്. എന്നാൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കുകയും പുതിയ വ്യവസായ വികസന പദ്ധതി അവതരിപ്പിക്കുകയും ചെയ്തതിനു ശേഷം കഴിഞ്ഞ 3 വർഷത്തിനിടെ ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ നിർദ്ദേശങ്ങൾ ലഭിച്ചു. ജമ്മു കാശ്മീരിൽ 62,000 കനാൽ, ഏകദേശം 7,750 ഏക്കർ ഭൂമിയാണ് നിക്ഷേപകർ ആവശ്യപ്പെട്ടത്. ജമ്മു ഡിവിഷനിൽ 34,000 കനാലുകളും കാശ്മീർ ഡിവിഷനുകളിൽ 27,000 കനാലുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിക്ഷേപത്തിനുള്ള നിർദ്ദേശങ്ങൾ 99,000 കോടി കവിയുകയും ചെയ്തു. ജമ്മു കാശ്മീരിന്റെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സമ്പൂർണ്ണ ഏകീകരണത്തിന്റെ 5-ാം വാർഷികത്തോടനുബന്ധിച്ച് ഏകാത്മ മഹോത്സവ റാലി സംഘടിപ്പിക്കുമെന്നും BJP വ്യക്തമാക്കിയിട്ടുണ്ട്. RS പുരയിലെ ബാനാസിംഗ് സ്റ്റേഡിയത്തിലാണ് റാലി. ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിന് സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കോൺഗ്രസും PDPയും അടക്കമുള്ള പാർട്ടികൾ BJPക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന്റെ 5-ാം വാർഷികത്തോടനുബന്ധിച്ച് PDP ഓഗസ്റ്റ് 5 കരിദിനമായിട്ടാണ് ആചരിക്കുന്നത്. പാർട്ടി ആസ്ഥാനത്തിന് പുറത്ത് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്യുമെന്ന് നേതാക്കൾ അറിയിച്ചിരുന്നു.